ശിവാറെഡ്ഡി എന്ന് പറഞ്ഞ ഒരു നല്ല മനുഷ്യൻ, മുഖ്യമന്ത്രി ആവണം, അതിൽ കൂടുതൽ ആഗ്രഹമൊന്നും അങ്ങേർക്കില്ല. അപ്പൊ അയാളാണെങ്കിൽ വേറെ ഷോർട്ട് കട്ട് ഒന്നും പിടിക്കാണ്ട് മര്യാദയ്ക്ക് നോമിനേഷൻ കൊടുക്കാനായിട്ട് പോവുക. പോകുമ്പോഴത്തേക്കും മൊത്തം ആൾക്കാരും ജാഥയും ബഹളവും, നല്ല പൂമാല കെട്ട് സ്റ്റൈലായിട്ട് കൈയെല്ലാം കാണിച്ച് പൊക്കൊണ്ടിരിക്കുക പാവ മനുഷ്യൻ. ഇടി വെട്ടിയതുപോലെ ലോറി ഒന്ന് ചാടി അങ്ങോട്ട് വരും. എന്നിട്ട് ശിവാറിന്റെ വണ്ടിയുടെ ഒറ്റ ഇടി, ആര്, നമ്മുടെ നായകനാണ് ലക്കി, അവന്റെ ലക്കി കൊണ്ട് നമ്മുടെ പാവം വില്ലിന്റെ ഒരു ഒറ്റ ഇടി. ഭൂഗുരുത്വാകർഷണത്തിനൊക്കെ നാണിപ്പിച്ചുകൊണ്ട് കാർ ഒരു കറക്കം കൊണ്ട് കറങ്ങും. ന്യൂട്ടനെ കൊണ്ടായിരുന്നെങ്കിൽ അറ്റാക്ക് ഒന്ന് തട്ടിപ്പോയാനെ. അങ്ങനെ കറങ്ങുന്ന കാറിൽ നിന്ന് ചാടി ഇറങ്ങി ആ കറങ്ങുന്ന കാറിൽ നിന്ന് വില്ലനെ പിടിച്ച് ലോറിയിൽ ഒരു ഒറ്റ എറി. അങ്ങനെ എറിഞ്ഞിട്ട് നേരെ കൊണ്ടുപോയി ഏതോ ഒരു മലയുടെ മണ്ടയില് കരിഞ്ഞൊരു മരത്തിൽ ശിവാറെഡ്ഡിയെ അടിച്ചു പരത്തി ജട്ടി ഉണക്കാൻ ഇട്ടേക്കും പോലെ ഇട്ടേക്കും. ഇതെല്ലാം കഴിഞ്ഞ് ശിവാറെഡ്ഡി ചോദിക്കും, നീ ആരടാ, നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല, നീ എന്തിനടാ എന്നെ പിടിച്ചോണ്ട് വന്നത്? അപ്പൊ ഈ നായകൻ പറയും, എന്തൊക്കെയോ പറയും, എന്നിട്ട് അവസാനം പറയും, എന്റെ പേര് മറക്കരുത് ലക്കി എന്നും പറഞ്ഞ് അവനെ ചവിട്ടും. നമ്മുടെ പാവം റെഡ്ഡിക്ക് ബോധം വരുമ്പോഴത്തേക്കും ഒന്നും ഓർമ്മയില്ല. അവന്റെ നോമിനേഷനും പോയി, മുഖ്യമന്ത്രിയാണെന്നുള്ള ആഗ്രഹവും പോയി. അപ്പൊ ശിവാറെഡ്ഡിയുടെ ഭാഗത്താണ് ന്യായം. നമ്മുടെ ശിവാറെഡ്ഡി പിന്നെ ഇവനെ കണ്ടുപിടിക്കണം. ആരാണ് തന്നെ ഇടിച്ചെന്ന് കണ്ടുപിടിക്കാനായിട്ട് ലോകം മുഴുവൻ അലഞ്ഞ് തിരിഞ്ഞ് ഇവനെ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച ഇവൻ കണ്ണിന് മുമ്പിൽ നിന്ന് മാഞ്ഞളയും. ഇവനെ തേടി ഓടിച്ചാടി അവസാനം പാർക്കിംഗ് ലോട്ട് ചെയ്ത് തിരിഞ്ഞു മറിഞ്ഞ് തളന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ബാക്കിൽ നിർത്തും പറയും, എക്സ്ക്യൂസ് മീ, ഹലോ, അങ്ങോട്ട് കുറച്ചൊന്ന് മാറിയെന്നാ കൊള്ളായിരുന്നു. കണ്ടല്ലോ, എടാ നീയാണ് ഈ റെഡ്ഡിയെ ജട്ടിയായിട്ട് അടിച്ച് പരത്തി വെച്ചത്. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയമെങ്കിലും ഒന്ന് കാണിക്കടാ. ഈ ബെല്ലാരി ശിവാറെഡ്ഡിയെ ലൈഫിൽ ഒരിടത്ത് വെച്ചും കണ്ടിട്ടില്ലാത്ത പോലെ. സാർ ആരാ മനസ്സിലായില്ലോ? അപ്പൊ ഈ റെഡ്ഡി ആരായി?